ഇത് നമുക്ക് കൂന്തലും പിന്നെ കൊഞ്ചും പിന്നെ ഞണ്ടും ഇത് മൂന്നും ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നോക്കാം. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് മിയാ കിച്ചൻ്റെ തന്നെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ബിഗിനേഴ്സ് കുക്കിംഗ് വിത്ത് മിയാ കിച്ചൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചാനലിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന്. ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൂന്തലും എടുത്തിട്ടുണ്ട്, ഞണ്ടും എടുത്തിട്ടുണ്ട്, കൊഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൂന്തൽ ക്ലീൻ ചെയ്യാം. കൂന്തൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂന്തലിൻ്റെ ഈ പുറത്ത് ഇതേപോലെ ഇങ്ങനെ ഒരു ഇങ്ങനെ കനം കുറഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും ഒരു ബ്ലാക്ക് കളറിൽ. അത് ഇതേപോലെ ഇങ്ങനെ മാറ്റാം. അത് പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റുമ്പോൾ എന്നിട്ട് പൊക്കോളും. കഴിഞ്ഞിട്ട് ഈ കൂന്തലിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ഇതുണ്ടാവും, ഒരു ചെറിയൊരു കനം കുറഞ്ഞിട്ടൊരു സ്റ്റിക്ക് പോലെ. അതെടുത്ത് മാറ്റാം. ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കാം, ഇത് നീക്കി വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഒരു സ്റ്റിക്ക് പോലെ ഒരെണ്ണം എടുത്തില്ലേ, അതേപോലെ ഇനി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും നമ്മൾ കൈയിട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് മാറ്റാം. നമുക്കിതിനെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് തന്നെ കൈ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലെ ഇങ്ങനെ കനം കുറഞ്ഞിട്ടൊരു ഇത് അതെടുത്ത് മാറ്റിക്കളയാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. ഇതിൻ്റെ ഈ ഭാഗമൊക്കെ നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 കണ്ണുണ്ട് ഇവിടെ, അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു തരിതരിപ്പ് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 2 ഭാഗവും നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. ബാക്കിയുള്ള കൂന്തലും ഇതേപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടെടുക്കുക. ഈ കൂന്തലിൻ്റെ ഉള്ളിൽ കണ്ട ഇതേപോലെ ഇങ്ങനെ ഒരു മഷി പോലെ ഉണ്ടാവും, ചില കൂന്തലിനുണ്ടാവും. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടാപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കാണിച്ചിട്ട് അത് പെട്ടെന്ന് കഴുകി മാറ്റണം. അത് അല്ലെങ്കിൽ അത് എല്ലായിടത്തും ആവുള്ളൂ. അത് ചിലതിന് മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ ഇങ്ങനെ ഒരു മഷി. നമ്മൾ ഏറ്റവും ആദ്യം ക്ലീൻ ചെയ്തതിനുണ്ടായിരുന്നില്ല. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ കൂന്തൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞണ്ടിനെ ഇതേപോലെ ഇങ്ങനെ കമത്തി പിടിക്കുക. ഇതേപോലെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു ഷെല്ലുണ്ടാവും, അത് ഞണ്ട് ഒടിച്ച് മാറ്റുക. ഒടിച്ച് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പുറത്തായി തൊണ്ട് ഇങ്ങോട്ട് വിട്ടുപോരും. കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങോട്ട് തുറക്കുക. അപ്പോൾ ഈ ഞണ്ടിൻ്റെ ഉള്ളിൽ ഈ മഞ്ഞ കളറിൽ കാണുന്നില്ലേ, അത് ഞണ്ടിൻ്റെ പൊന്നെന്ന് പറയും. അത് എല്ലാ സമയത്തും ഉണ്ടാവില്ല, ചില സമയത്ത് ഉണ്ടാവും. ആ സമയത്തുള്ള ഞണ്ടാണ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല, ഈ ഉള്ളിലുള്ളത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. ഇതിന് ഇവിടെ നമ്മുടെ മീനിൻ്റെ ഈ ചെകിളൊക്കെ പോലെ ഈ ഞണ്ടിനും ഉണ്ടാവും ഇതേപോലെ ഇങ്ങനെ കനം കുറഞ്ഞിട്ട്. അത് മാറ്റിക്കളയാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ടാവും, നാര് പോലെ, അത് മാറ്റിക്കളയാം. അപ്പം ഞണ്ടിൻ്റെ ഇത്രയ്ക്ക് മാത്രം സാധനങ്ങൾ നമ്മൾ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പൊന്നാണ്, അത് മാറ്റിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഇതും മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയ്ക്കേ ഞണ്ടിനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കരുത്, അപ്പോൾ ഞണ്ടിൻ്റെ ടേസ്റ്റ് പോകും. ഈ പുറത്തായി തോടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഞണ്ടിൻ്റെ ഈ പൊന്ന്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എടുക്കാം. അപ്പോൾ അടുത്ത ഞണ്ടും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടെടുക്കുക. ഇതേപോലെ ഇങ്ങനെ കമത്തി പിടിക്കണം. എന്നിട്ട് ഈ കനം കുറഞ്ഞിട്ടുള്ളൊരു തോടുണ്ടാവും, ഇതിങ്ങനെ പൊളിച്ച് മാറ്റുക. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത് പൊളിച്ച് മാറ്റി കഴിയുമ്പോൾ ഈ പുറത്ത് ഈ തോട് പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ ഇതിങ്ങനെ തുറക്കുക. തുറന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലും പൊന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പറയാൻ സാധാരണ ഈ അമാവാസി സമയത്തൊക്കെയാണ് ഇതേപോലെ പൊന്നുണ്ടാവുക. അപ്പോൾ പൊന്നുള്ള ഞണ്ടിൻ്റെ ഉള്ളിൽ നല്ല മാംസം ഉണ്ടാവും.
അപ്പോൾ ഇത്രയ്ക്ക് മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. കണ്ടേ, ഈ ചെറിയ കാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒടിച്ചിടുക, ഈ വലിയ കാലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒടിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടിടുക. ഇനി ഞാനിവിടെ കൊഞ്ചെടുത്തിട്ടുണ്ട്. ഈ കൊഞ്ചിൻ്റെ ഓൾറെഡി തല മാറ്റിയതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കൊഞ്ചിൻ്റെ ആ തലയുടെ ഭാഗം കൊണ്ട് മാറ്റി കളയാം. അത് കഴിഞ്ഞിട്ട് ഈ കൊഞ്ചിൻ്റെ തൊണ്ട് ഇതേപോലെ കൈ കൊണ്ട് മാറ്റാം. എന്നിട്ട് ഈ കൊഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഞരമ്പുണ്ടാവും, അത് നമ്മൾ മാറ്റിക്കളയണം. അത് നമ്മൾ ഈ വാലിൻ്റെ ഇവിടെ നിന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ചെറുതായിട്ട് ചിലതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും, ഇനി കാണാനില്ല. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അതിങ്ങനെ വലിച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരും. കണ്ട, ഇത് നമ്മൾ മാറ്റിക്കളയണം. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും മാറ്റാറില്ല, പക്ഷേ ചെറിയ കൊഞ്ചിൻ്റെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ അങ്ങനെ ചെറിയ കൊഞ്ചിൻ്റെ ഒന്നും മാറ്റില്ല. അപ്പോൾ അത് കുറേ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ വയറുവേദന എടുക്കും. അപ്പോൾ വലിയതിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്കത് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ അടുത്ത കൊഞ്ചിൻ്റെയും ഇതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ഇതിൻ്റെ ഈ തൊണ്ട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഈ വാലിൻ്റെ അവിടെ ഇതേപോലെ പതുക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. ഇതേപോലെ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ വലിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ കൊഞ്ചിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊഞ്ചിൻ്റെ ഈ വാലിൻ്റെ ഇവിടെ നിന്ന് തന്നെ ആ ഞരമ്പ് വലിക്കേണ്ട ആവശ്യമില്ല. ഈ മുകളിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വലിക്കാം. നിങ്ങൾക്ക് എവിടെ നിന്ന് എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാത്. നമ്മൾ കൊഞ്ചും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഞണ്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ കൂന്തലും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകുക. കുറേ നേരം നമ്മളങ്ങനെ കഴുകണ്ട. ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ കൂന്തലിനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. കൂന്തലൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ ഞണ്ടിൻ്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വലിയ കാലുണ്ടല്ലോ, ഇതൊന്ന് പൊട്ടിച്ചിടാം. ഇത് ചെറുതും വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ടിടും. അപ്പോൾ നിങ്ങൾ ഈ ഞണ്ടിൻ്റെ ഈ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ തുറക്കുമ്പോൾ ഇങ്ങനെ പൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊന്ന് നിങ്ങൾ കളയരുത്. കാരണം അതാണ് ശരിക്കും ഈ ഞണ്ടിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ കൊഞ്ചും ഞണ്ടും കൂന്തലും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ ഞണ്ടിൻ്റെ ഈ തോടിൻ്റെ അവിടെ ഈ പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതും കളയണ്ട. ഇതും നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. ഈ ഞണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് അരോത്തിമാരെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അവർ സാധാരണ വീട്ടിൽ നമുക്ക് ഞണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അവരിങ്ങനെ ക്ലീൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മമ്മയായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കണ്ടുപഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ടും കൊഞ്ചും കൂന്തലും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും കൂടിയിട്ട് മിക്സഡ് ആണല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളിയും പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട്
ഇതൊന്ന് തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വരട്ടിയ പോലെ എടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മിക്സഡായിട്ട് ഇങ്ങനെ ഒലത്തിയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കടയിൽ പോയിട്ട് നിങ്ങൾ ഞണ്ട് വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവനുള്ള ഞണ്ടായിരിക്കണം എപ്പോഴും നിങ്ങൾ വാങ്ങേണ്ടത്. ജീവനില്ലാത്ത ഞണ്ട് സാധാരണ ആരും വാങ്ങിച്ചിട്ട് കറി വയ്ക്കില്ല. കാരണം ഈ ഞണ്ടിൻ്റെ മീറ്റൊക്കെ പെട്ടെന്ന് കേടുവരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിനൊക്കെ പെട്ടെന്ന് അസുഖം വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നല്ല പിടയ്ക്കണ ഞണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പോണതിന് മുമ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഞണ്ടിനെ ഒന്ന് ഇടുക. എന്നിട്ട് ഇട്ട വഴിക്ക് തന്നെ വെള്ളത്തിൽ നിന്ന് എടുക്കുക. ക്രാബ്